അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ മാസം നമ്മളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് ഏറെ സുഹൃതവും സൗഭാഗ്യമുള്ള ഒന്നാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭൂതി ഉളവാക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് റമദാനാണ്. റമദാനിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ പ്രകൃതി അതുമായി ഇണചേരുന്ന ഒന്നായി മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും നോമ്പുകാലമല്ലേ വരുന്നത്, ഒരുപാട് ആശങ്കകളോട് കൂടിയാണ് നോമ്പുകാലത്ത് നമ്മൾ സ്വീകരിക്കുന്നത്. പക്ഷേ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് പ്രിപ്പയർഡായി സ്വമേധയാ മാറുന്നു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സും ശരീരവും എല്ലാം അതിനോട് യോജിച്ച് പൊരുത്തപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഈ ഒരു ഇബാദത്ത് പ്രകൃതിദത്തമായ ഒന്നാണെന്നും അള്ളാഹു ഇബാദത്തുകളുടെ കാര്യത്തിൽ നമുക്ക് ദൃഷ്ടാന്തമായി കാണിച്ചു തരുന്ന കാര്യങ്ങൾ അതൊക്കെ സത്യമാണെന്നും നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതാണ് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ മണിക്കൂറുകളോളം അന്നവും പാനീയവുമില്ലാതെ വൈകുന്നേരമാക്കുന്നത് നിഷ്പ്രയാസം നമുക്ക് സാധിക്കുന്നു എന്നുള്ളത്, അത് ആ ഇബാദത്ത് എത്രത്തോളം അള്ളാഹു നമുക്ക് കൽപ്പിക്കപ്പെട്ട പോലെ നമുക്ക് കൂടുതൽ തഖ്വയിലേക്ക് വന്നു ചേരാൻ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വലിയ അവസരമാണ്. അതാണ് സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതാണ്. ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് എത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് എത്താനുള്ള ആരാധനകൾ, അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ് ആരാധനകൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓരോ ആരാധനയും നമുക്ക് അതിൻ്റേതായ ഗുണങ്ങൾ നൽകുന്നു. റമദാനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ തഖ്വയുള്ളവരാവുന്നതിന് വേണ്ടി നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലും അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവുന്നതിന് വേണ്ടി. അപ്പം അള്ളാഹു ഉദ്ദേശിക്കുന്നത് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിൽ തഖ്വയുള്ളവരായി മാറുക എന്നുള്ളതാണ്. അതാണ് നമസ്കാരങ്ങളും അതുതന്നെയാണ്. നമ്മെ എല്ലാ മ്ലേച്ഛങ്ങളിൽ നിന്നും വിമുക്തമാക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് നമസ്കാരം. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ തിന്മകളിൽ നിന്നും റമദാൻ നോമ്പ് തടയുന്നു എന്നതാണ്. അപ്പം നമുക്കറിയാം, നോമ്പിൻ്റെ ഒരു വലിയ സാമൂഹികപരമായ പശ്ചാത്തലം, അവരൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കിട്ടുന്ന അവസരം കൂടിയാണ്. നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ആരാധിക്കുന്നു. പക്ഷേ നമ്മുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ സമൂഹത്തോട് ഒരുപാട് കാര്യങ്ങൾ, ബാധ്യത നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്, നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ നോമ്പ് കാലത്താണ്. മറ്റുള്ള വിശപ്പ്, പ്രയാസങ്ങൾ, അതൊക്കെ നമുക്ക് കൂടി ആ വിശപ്പിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അത് നിശ്ചയമായും ആ പട്ടിണി എന്താണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള അവസരം കൂടിയാണ്. മാത്രമല്ല, നോമ്പുകാലത്ത് നമുക്കൊക്കെ കിട്ടുന്ന ഒരു സുവർണാവസരം, എല്ലാ പൈശാചികമായ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് തടഞ്ഞു നിർത്തുന്ന, ശൈത്താനെ കെട്ടിടുന്നൊരു മാസമാണ്. നോമ്പൊരു പരിചയമാണ്. ആരെങ്കിലും തന്നെ ചീത്ത വിളിക്കുകയോ അസഭ്യം പറയുകയോ ചെയ്യുമ്പോൾ അവൻ പറയട്ടെ ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. അതോടുകൂടി ആ ഒരു വലിയ പ്രൊട്ടക്ഷൻ, അവൻ്റെ ജീവനും അവൻ്റെ സ്വത്തിനും പ്രൊട്ടക്ഷൻ കിട്ടുന്ന പരിചയ കൂടിയായി ഈ നോമ്പ് മാറുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നോമ്പിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ ആരാധനകളും പ്രകടനപരതയുണ്ട്. കാരണം നമസ്കാരം അതിൻ്റെ രൂപവും ഭാവവും ഉണ്ട്. ഹജ്ജ് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ രൂപമുണ്ട്.
പക്ഷെ നോമ്പ് എന്ന് പറയുന്നത് അന്നപാനീയങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ള ശാരീരികമായ ഒരു സൂക്ഷ്മതയും, അതുപോലെ തൻ്റെ നാവിനെയും തൻ്റെ വികാരങ്ങളെയും നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ള തനിക്ക് അനുവദിക്കപ്പെട്ട തൻ്റെ ഭാര്യയുമായുള്ള സമ്പർക്കങ്ങൾ, അല്ലെങ്കിൽ മറ്റേത് ഒരുപാട് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും ആ ഒരു നേരത്തേക്ക് അള്ളാഹു വിലക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അള്ളാഹുവും അവൻ്റെ സൃഷ്ടിയും മാത്രം അറിയാവുന്ന ഒരു ഇബാദത്ത്. അതാണ് അള്ളാഹു പറഞ്ഞത്, അസ്സൗമുലി വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ തന്നെയാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന്. അപ്പോൾ അള്ളാഹുവുമായി ഏറ്റവും അടുത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു, അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഒരു ഇബാദത്തായി നോമ്പിനെ നമുക്ക് കാണുന്നു. നോമ്പ് നോറ്റവൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, ഒന്ന് നോമ്പ് മുറിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, മറ്റൊന്ന് എൻ്റെ ലിഖാഇ റബ്ബി, അള്ളാഹുവിനെ കാണുമ്പോൾ ഉള്ള സന്തോഷം. അപ്പോൾ അള്ളാഹുവിനെ കാണുന്നു എന്നുള്ള സന്തോഷം അവനുണ്ട്, നോമ്പ് തുറക്കുന്ന സന്തോഷമുണ്ട്. മാത്രമല്ല സ്വർഗത്തിലേക്ക് പ്രത്യേക വാതിൽ, സ്വർഗത്തിൻ്റെ വാതിലുണ്ട്, ഒരു പേര് റയ്യാൻ എന്നാണ്. അത് അവസാനത്തെ നോമ്പുകാരൻ കടന്നു പോകുമ്പോൾ അത് അടഞ്ഞു പോകുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോമ്പിൻ്റെ പ്രത്യേകതകളും മഹത്വങ്ങളും പറഞ്ഞാൽ തീരാത്തതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മെ തന്നെ സംസ്കരിച്ചെടുക്കാൻ, നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും സംസ്കരിച്ചെടുത്തുകൊണ്ട് ഒരു പുതിയ മനുഷ്യനായി റെജവനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ നോമ്പിലൂടെ നമുക്കൊക്കെ നേടാനുള്ള ഒരു വലിയ നേട്ടം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ നോമ്പും നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.